അദ്ദേഹം കുറച്ച് നാളായിട്ട് തുടർന്ന് അങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ ഇന്ന് വേറൊരു രൂപത്തിൽ തുടർന്നു വരുന്നു. രാഷ്ട്രീയമായി BJP-യെ നേർക്ക് നേരെ എതിർത്ത് തോൽപ്പിക്കാനാവില്ല എന്ന തിരിച്ചറിഞ്ഞപ്പോൾ അതിന് മറ്റെന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു രീതി. ഇപ്പൊ നോക്കൂ നിഷാദെ, ഈ നമ്മുടെ വോട്ടർ പട്ടികയിൽ ധാരാളം അപാകതകളുണ്ട്. 100 കോടിയോളം വരുന്ന ഒരു ഹ്യൂജ് ഡേറ്റയാണ്. ആ ഡേറ്റയിൽ അപാകതകളുണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം, അതിൻ്റെ അകത്ത് ഡയറക്റ്റ് എംപ്ലോയീസ് എന്ന് പറയാനുള്ളത് 10, 300, 400 പേര് മാത്രമേ ഉള്ളൂ ഡൽഹിയിലെ നിർവാചന സദനില്. ബാക്കി മുഴുവൻ ഹൈലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംസ്ഥാന സർക്കാരുകൾ അവരുടെ അവിടെ നിന്നുള്ള BLOകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, ഇവരെല്ലാവരും കൂടെ ഇതെല്ലാം കൂടെ ചേർന്ന ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ചേർന്ന സംവിധാനമാണ് ഇവിടെ ഇലക്ഷൻ നടത്തുന്നത്. അല്ലാതെ ഇലക്ഷൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ജ്ഞാനേഷ് കുമാറും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള 10-300 എംപ്ലോയീസും മാത്രം അല്ല. അങ്ങനെ ഇതുപോലെ ഒരു വലിയ രാജ്യത്തിലെ ഇലക്ഷൻ നടത്താൻ പറ്റില്ല. ഇത്രയും വലിയൊരു ഹ്യൂജ് ഡേറ്റയില് ഈ പറഞ്ഞതുപോലെയുള്ള അപാകതകൾ ധാരാളമുണ്ട്, ഒരു സംശയമില്ലാതെ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഈ രാജ്യത്തെ 540 മണ്ഡലങ്ങൾ നോക്കിയാൽ ഈ 540 മണ്ഡലങ്ങളിലും നമുക്ക് കണ്ടെത്താൻ, ഈ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉണ്ടാകും, ഒരു സംശയമില്ല. അതിന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളാണ്. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. അതിനവർക്ക് BLAമാരുണ്ട്. ഒരു ബൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഉണ്ടാവുക 1000 വോട്ടാണ്. കേരളത്തിലാണെങ്കിൽ 1000 ഇല്ല. ആ 1000 ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? ഒരു 10, 200, 300 വീടുകൾ. ഈ 200, 300 വീടുകളാണ് ഒരു ബൂത്തിന്റെ കീഴിലുണ്ടാവുക. ആ ബൂത്തിൽ അവരെ ശ്രദ്ധിക്കാൻ, അവരെ മോണിറ്റർ ചെയ്യാനുമായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് BLA സംവിധാനമുള്ളത്. ഇവരെല്ലാരും കൂടെ ചേർന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായും